ഹൗ ടു എൻ്റർ ദ ഫ്ലോ സ്റ്റേറ്റ്, അല്ലെങ്കിൽ ഹൗ ടു ബി മോർ പ്രൊഡക്റ്റീവ്, അതിനെക്കുറിച്ചാണ് ഞാൻ സംസാരിക്കാൻ പോകുന്നത്. അപ്പോൾ എനിക്കുണ്ടായ ഒരു എക്സ്പീരിയൻസ് ഞാൻ പറയാം. എനിക്ക് ഇഷ്ടമുള്ളൊരു കാര്യം ഞാൻ ചെയ്യുമ്പോൾ ഞാൻ ടൈം നോക്കാറില്ല. ഞാൻ ടൈം പാസ് ചെയ്യുന്ന അറിയില്ല. അല്ലെങ്കിൽ നിങ്ങൾ പറഞ്ഞിട്ടുണ്ടാവും എന്ത് പെട്ടെന്ന് സമയം പോയേ. അവിടെ നടക്കുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ യു ആർ ബീങ് ഫുള്ളി ഇൻവെസ്റ്റഡ് ഇൻ ടു വാട്ട് യു ആർ ഡൂയിങ്. നിങ്ങൾ ചെയ്യുന്ന പ്രോസസ്സിൽ നിങ്ങൾ 100% കൊടുക്കുമ്പോൾ ബാലൻസ് എവറിത്തിങ് except you and the thing will fade away and you will never notice it. That is the beauty of flow state. അപ്പോൾ ഫ്ലോ സ്റ്റേറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ചെയ്യുന്ന ഒരു പ്രോസസ്സ് നിങ്ങൾ ഭയങ്കര എൻജോയ് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങളും ആ പ്രോസസ്സും മാത്രം ബാക്കി ആവും. ബാക്കി ചുറ്റിനുള്ളതൊക്കെ എന്ത് ചെയ്യും? ഫെയ്ഡ് ആവും. അല്ലെങ്കിൽ നിങ്ങളുടെ ശ്രദ്ധയിലെ വീടില്ല. ടൈം ഒരു കൺസ്ട്രെയിൻ്റ് അല്ല, അവിടെ സറൗണ്ടിങ്സ് ഒരു കൺസ്ട്രെയിൻസ് അല്ല, ഒന്നും ഒരു കൺസ്ട്രെയിൻ്റ് അല്ല. ഓക്കെ, so the benefits of entering a flow state is you can be extraordinary at your work. നിങ്ങൾ ചെയ്യുന്ന ടാസ്ക് അല്ലെങ്കിൽ വർക്ക് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഒരു എക്സ്ട്രോർഡിനറി റിസൾട്ട്സ് നിങ്ങൾക്ക് കൊണ്ടുവരാൻ പറ്റും. നമുക്കെല്ലാവർക്കും ഒരു ദിവസം എത്ര ടൈമുണ്ട്? 24 hours. എല്ലാവർക്കും അത് ചെയ്യുമോ? പക്ഷേ ഒരാൾക്കൊരു 1 hour കൊടുത്തിട്ട് ഈ ഒരു ടാസ്ക് ചെയ്യാൻ പറഞ്ഞു. അതേ ടാസ്ക് വേറൊരാൾക്ക് കൊടുത്തു. ഇവിടെ രണ്ടാൾക്കും ഒരേ ടാസ്ക് ഒരേ ടൈം കൊടുത്താലും അത് എൻജോയ് ചെയ്യുന്ന ആൾക്കാർക്ക് കൂടുതൽ ബെറ്റർ റിസൾട്ട് പ്രൊവൈഡ് ചെയ്യാൻ പറ്റുക, ഒബ്വിയസ്ലി അല്ലേ? അതേപോലെ തന്നെയാണ്. അപ്പോൾ ഇതിൽ കോമൺ ആയിട്ടുള്ളൊരു കാര്യം എന്താ? രണ്ടാളും ഒന്ന് എൻജോയ് ചെയ്യണം, ഓക്കെ. രണ്ട് ഫോക്കസ് ചെയ്യണം. ഫോക്കസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇറ്റ്സ് സേയിങ് നോ ടു എവറിത്തിങ് എൽസ് ബട്ട് ദ ടാസ്ക് അറ്റ് യുവർ ഹാൻഡ്. നിങ്ങൾ ചെയ്യുന്ന ടാസ്ക്, അതായത് നീ ചെയ്യുന്ന ടാസ്ക് ഒഴികെ ബാക്കി എല്ലാത്തിനോടും നോ പറഞ്ഞുകൊണ്ടേ ഇരിക്കണം. നമ്മൾ ഇപ്പം ജീവിക്കുന്ന ഒരു ഡിസ്ട്രാക്റ്റഡ് വേൾഡിലാണ് അല്ലേ? നമുക്ക് ഫോണ് അല്ലെങ്കിൽ ബാക്ക്ഗ്രൗണ്ടിൽ ഒരു നോയ്സ് ഇല്ലെങ്കിൽ എന്തെങ്കിലും ഒന്നും പ്ലേ ചെയ്യാനോ നമുക്കൊന്നും ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയിലായി നമ്മൾ. ഒരു കംപ്ലീറ്റ് ഡോപ്പാമിൻ ഡീടോക്സ് ഒക്കെ ഇപ്പോൾ ഇമ്പോസിബിൾ ആണ് ആക്ച്വലി. സ്ക്രീൻ ടൈം ഈസ് സ്കൈ റോക്കറ്റിംഗ് ഓഫ് ടീനേജേഴ്സ്, ഓഫ് അഡൾട്ട്സ്, വിച്ച് ഈസ് അത് നമ്മളെ മെൻ്റൽ ഹെൽത്തിനെ എത്രത്തോളം ബാധിക്കുന്നു എന്നുള്ളത് റീസെൻ്റ്ലി സ്റ്റഡീസ് പ്രൂവ് ചെയ്തത് 26 to 50% നിങ്ങളെ മെൻ്റൽ ഹെൽത്ത് ഇമ്പ്രൂവ് ചെയ്യണമെങ്കിൽ ജസ്റ്റ് നിങ്ങൾ ഇൻ്റർനെറ്റിൽ നിന്ന് സ്വിച്ച് ഓഫ് അല്ലെങ്കിൽ ലോഗ് ഔട്ട് ചെയ്താൽ മതി ഫോർ 2 weeks. That is the amount of brain fog and how your brain get affected by the internet. എന്ന് വെച്ചാൽ നിങ്ങൾക്ക് യൂസ് ചെയ്യാണ്ടിരിക്കാൻ പറ്റുമോ? ഇല്ല. അപ്പോൾ നമ്മൾ ചെയ്യേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഒരു പോഡ്കാസ്റ്റ് കാണുകയാണെങ്കിൽ ലീവ് എവറിത്തിങ് ബിഹൈൻഡ്, ജസ്റ്റ് വാച്ച് ഇറ്റ്. രണ്ടാമത്തെ കാര്യം, നമ്മൾ വേറൊരു വർക്കിലേക്ക് കടന്നു കഴിഞ്ഞാൽ അപ്പോൾ നമ്മുടെ ഫോൺ അവിടെ മാറ്റി വയ്ക്കാം. ഇതിനാണ് ഡീപ്പ് വർക്ക് എന്ന് പറയുക. ഒരു കാര്യം ചെയ്യുമ്പോൾ ആ കാര്യത്തിന് മാത്രം എൻഗേജ്ഡ് ആവുക, 1 task at a time. അങ്ങനെ നമ്മൾ പോയാലേ നമുക്ക് ആ ടാസ്ക് എത്രയും പെട്ടെന്ന് തീർത്ത് അടുത്ത ടാസ്കിലേക്ക് കടക്കാൻ പറ്റുള്ളൂ. ഇതിനാണ് പ്രൊഡക്റ്റീവ് ആവുക. ടൈം വേസ്റ്റ് ചെയ്യാണ്ട് ഒരു കാര്യം കംപ്ലീറ്റ് ചെയ്യുക, എന്നിട്ട് അടുത്ത ടാസ്കിലേക്ക് മൂവ് ഓൺ ചെയ്യുക, അതിനെ ട്രാക്ക് ചെയ്യുക. ഇതൊക്കെ ചെയ്യണമെങ്കിൽ 3 കാര്യങ്ങൾ വേണം. ഒന്ന്, യു ഷുഡ് സേ നോ ടു എവറിത്തിങ് എൽസ് ബട്ട് ദ ടാസ്ക് അറ്റ് ഹാൻഡ്, അതായത് ഫോക്കസ്. 2, നിങ്ങൾ ചെയ്യുന്ന ആ വർക്കിനോട് നിങ്ങൾക്ക് അല്ലെങ്കിൽ ആ ക്രാഫ്റ്റിനോട് നിങ്ങൾക്കൊരു ഇഷ്ടം ഉണ്ടാവണം, പാഷൻ. 3, നിങ്ങൾ ആ ചെയ്യുന്ന വർക്ക് നിങ്ങളൊരു ഫ്ലോ സ്റ്റേറ്റിൽ എൻ്റർ ചെയ്യണം. നിങ്ങളത് കണ്ടിന്യൂസ് ആയിട്ട് നിങ്ങൾക്ക് അതിന് അപ്രോച്ച് ചെയ്യാൻ പറ്റണം ഓരോ തവണയും, കൺസിസ്റ്റൻസി. അപ്പോൾ ഈ 3 കാര്യങ്ങളുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഏതൊരു സ്കില്ലും അച്ചീവ് ചെയ്തെടുക്കാൻ പറ്റും. കൺസിസ്റ്റൻറ്റ്,
focus, and yeah, and കൺസിസ്റ്റൻ്റ് ആവാം ആൻഡ് പാഷൻ, അതിനോടൊരു ഇഷ്ടം ഉണ്ടാവാം. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ തന്നെ യു ആർ ഇൻ ദ ടോപ്പ് 10% ഓഫ് ദ പീപ്പിൾ. നിങ്ങൾക്കൊരു കാര്യം ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ആ പാഷനോടുകൂടി ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ, അത് 100% ഫോക്കസ് കൊടുത്ത് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ, അത് കൺസിസ്റ്റൻ്റ് ആയിട്ട് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ, യു ക്യാൻ മാസ്റ്റർ എനി ഫക്കിംഗ് സ്കിൽ, വെദർ ദാറ്റ് ബി കോഡിങ് ഓർ എനി നീഷ്. എന്തോ ആയിക്കോട്ടെ, കോഡിങ് ആയിക്കോട്ടെ, നിങ്ങൾ ഒരു എന്നുവെച്ചാൽ ഒരു ക്രിയേറ്റീവ് ആയിട്ടുള്ള ഒരു ആർട്ട്, മീ ഡ്രോയിങ് അല്ലെങ്കിൽ വീഡിയോ എഡിറ്റിംഗ്, ഇതെല്ലാം ക്രിയേറ്റിവിറ്റി ആവശ്യമുള്ള, നിങ്ങളുടെ ഒരു ജസ്റ്റ് മണിക്കൂറുകൾ മാത്രം പുട്ടിങ് ചെയ്ത റിസൾട്ട് കിട്ടാത്ത കാര്യങ്ങളാണ്. യു ഷുഡ് ബി ക്രിയേറ്റീവ്, അല്ലേ? നിങ്ങൾ ദർ ഇസ് ഓൺലി എ സ്മോൾ ഡിഫറൻസ് ബിറ്റ്വീൻ ദോസ് ഹു ക്രിയേറ്റ് ആൻഡ് കൺസ്യൂം, അല്ലേ? നമ്മളെല്ലാവരും ലൈഫിൽ ഏതെങ്കിലും ഒരു പോയിന്റിൽ എന്തെങ്കിലുമൊക്കെ ക്രിയേറ്റ് ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ടാവും. പക്ഷെ അവിടെ എന്താ മിസ്സിങ്? നമുക്ക് മേ ബി കൺസിസ്റ്റൻ്റ് ആവാൻ പറ്റിയിട്ടുണ്ടാവില്ല. നമുക്ക് മേ ബി ഒരു ആർട്ടിസ്റ്റ് ചെയ്യുന്ന ലെവലിലേക്ക് നമ്മൾ എത്താത്തത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ അവർ എൻജോയ് ചെയ്യുന്ന പോലെ നമ്മൾ ആ ആർട്ടിനെ എൻജോയ് ചെയ്യുന്നില്ല, അല്ലേ? അവിടെയാണ് എക്സെപ്ഷനും നോർമൽ അല്ലെങ്കിൽ ഓർഡിനറി നമ്മളുടെ ഡിഫറൻസ്. ആർക്കും എന്തും ചെയ്യാം, നമുക്ക് എല്ലാവർക്കും കോഡ് ചെയ്യാൻ പറ്റും, നമുക്ക് എല്ലാവർക്കും വി ആർ സൂപ്പർ ഹ്യൂമൻസ്, നമുക്ക് എന്തും ചെയ്യാൻ പറ്റും. പക്ഷേ നമ്മളൊരു കാര്യത്തിൽ കൺസിസ്റ്റൻ്റ് ആയിട്ട് നമ്മൾ ഫോക്കസോടുകൂടി നമ്മൾ ഒരു എന്താ പറയുക, ലോങ് പീരീഡ് ഓഫ് ടൈം കൺസിസ്റ്റൻ്റ് ആയിട്ട് ഫോക്കസോടുകൂടി ഒരു പാഷനോടുകൂടി എന്ത് ചെയ്ത് കഴിഞ്ഞാലും നമുക്ക് അതിൻ്റെ ഒരു ടോപ്പ് 10%ലേക്ക് എത്താൻ പറ്റും. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഫൈൻഡ് തിങ്സ് ദാറ്റ് യു ആർ പാഷനേറ്റ് അബൌട്ട്, ഡു ഇറ്റ് ഫോർ എ ലോങ് പീരീഡ് ഓഫ് ടൈം, തിങ്ക് ഇൻ ഡെക്കേഡ്സ്. ആൻഡ് പിന്നെ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഡു ഇറ്റ് വിത്ത് ഫോക്കസ്, സേ നോ ടു എവറിത്തിങ് ബട്ട് ദ ടാസ്ക് അറ്റ് ഹാൻഡ്. നിങ്ങൾ ചെയ്യുന്ന ടാസ്ക് ഒഴികെ ബാക്കി എല്ലാത്തിനെയും അവോയ്ഡ് ചെയ്യാം ആ ഒരു പീരീഡ് ഓഫ് ടൈമിൽ. ദിസ് ഈസ് ഹൗ യു അച്ചീവ് ഫ്ലോ സ്റ്റേറ്റ്. സോ ഈ 3 കാര്യങ്ങൾ ഇംപ്ലിമെൻ്റ് ചെയ്ത് നോക്കുക, എന്നിട്ട് റിസൾട്ട്സ് നിങ്ങൾ കാണും. താങ്ക് മീ ലേറ്റർ. ഓക്കെ, താങ്ക് യു.